വലിഞ്ഞു കയറി വരുന്നവനെ തുരത്തി ഓടിപ്പിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അധികം ചിന്തിച്ച് തലപുണ്ണാക്കേണ്ട. ഇത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നമ്മൾ നല്ലൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വന്ന് പെടുക എന്നത് ഒരു സർവ്വസാധാരണയാണ്. ഒരു നല്ല ഫോട്ടോയെ ചീത്തയാക്കാൻ ആ ഒരൊറ്റ കാരണം മതി. ഒന്നുകിൽ നമ്മുടെ സുഹൃത്ത് തോളിൽ കൈവച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പിറകെ നടന്നു പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, വണ്ടിയോ ജീവജാലങ്ങളോ സസ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് നല്ലൊരു ചിത്രം മോശമാക്കുന്നത് സർവ്വസാധാരണമാണ്. ആ സാധനത്തെ മാത്രം റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ് റീടച്ച് എന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ കൊണ്ട് വെറും ഓബ്ജക്റ്റ് റിമൂവർ മാത്രമല്ല ഇതിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ ക്ലിയറായി വീണ്ടെടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ അത് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ നിരവധി ഫീച്ചേഴ്സുകൾ ഇതിലുണ്ട്. ഇതിന്റെ ഫ്രീ വെർഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ 3 ദിവസം മാത്രമാണ് അതിന്റെ ട്രയൽ നിങ്ങൾക്ക് ലഭിക്കുക. ഇതിന്റെ ഫുൾ പ്രീമിയം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം ആപ്ലിക്കേഷൻ പരിചയപ്പെടാം, എന്താണെന്ന് ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ പ്രീമിയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ കാണാം. എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രീമിയം വെർഷൻ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് റീടച്ച് എന്ന ആപ്ലിക്കേഷന്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗാലറി ആക്സസ് കൊടുത്താൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആക്സസ് കൊടുക്കുന്നതും ഈ വീഡിയോയിൽ സ്ക്രീൻഷോട്ടിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ വലത്ത് സൈഡ് മുകളിൽ പ്രോ എന്ന് കാണാം. നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ള് പ്രീമിയം ഓണാണ്. അതായത് ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഓബ്ജക്റ്റ് റിമൂവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മാത്രമേ ഇതിൽ കാണിക്കൂ. അപ്പോൾ അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് മോർ എന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഔട്ട്ലൈനറിൻ്റെയും ബ്ലർ, ഫോട്ടോ ക്ലിയർ ചെയ്യുന്നതും ഇത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഫോട്ടോ ബ്ലറായ ഫോട്ടോ ക്ലിയർ ചെയ്യുന്നതും, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കുന്നതും വേണ്ട നിരവധി ഫീച്ചേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുന്നതും നിരവധി ഉണ്ട്. ഇത് ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ വലിഞ്ഞു കയറി വന്നവനെ ഇതുപോലെ റിമൂവ് ചെയ്യണം. അതിൽ തന്നെ കാണിക്കുന്നുണ്ട് എക്സാമ്പിൾ, വലിഞ്ഞു കയറി വരുന്നവനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഗാലറി ആക്സസ് ചോദിക്കും, കൊടുക്കുക. കാരണം അനാവശ്യ പെർമിഷൻസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഗാലറി ഓൺ ആവും. ഞാൻ എൻ്റെ ഗാലറി ബ്ലറാക്കിയിട്ടാണുള്ളത്, കാരണം ഒരുപാട് ഫാമിലി ഫോട്ടോസൊക്കെ ഉള്ളതുകൊണ്ട് പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവരുടെ ഫോട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് AI ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫോട്ടോയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഫോട്ടോയിൽ ഒരു വരയൻ കടുവയും അതുപോലെ തന്നെ ഒരു പൂച്ചയും കാണാം, മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നതാണ്. എനിക്കിതിലെ പൂച്ചയാണ് വേണ്ടാത്തത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് റിമൂവറിൽ തന്നെയാണ് ഓൾറെഡി ഉണ്ടാവുക. ആ പൂച്ചയെ മാത്രം മാർക്ക് ചെയ്യുക. വളരെ കൃത്യതയോടെ ഒന്നും മാർക്ക് ചെയ്യണമെന്നില്ല. അത് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ഗോ എന്ന ബട്ടൺ വന്ന് കാണാം. ആ ലൈൻസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഗോ എന്ന ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയുടെ ക്ലാരിറ്റി അനുസരിച്ചിട്ട് സമയമെടുക്കും. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് പൂച്ച അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ ആ പൂച്ചയെ മാത്രം അവിടെ നിന്ന് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ആ മരത്തിൻ്റെ ശിഖരങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല. ഇനി അതേപോലെ തന്നെ എനിക്ക് ഈ പുലിയെയും വേണ്ട, അതായത് ഈ കടുവയെയും വേണ്ടെങ്കിൽ അതിനെയും ഞാൻ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് എനിക്ക് ആ മരം മാത്രമാണ് വേണ്ടത്. ഞാൻ വീണ്ടും ഗോ അടിക്കുകയാണ്. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ആ മരം മാത്രം അവിടെ ബാക്കിയായി. ഇതുപോലെ വളരെ വൃത്തിയായിട്ട് ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു AI സംവിധാനത്തിലൂടെ ഉണ്ടാക്കിയ ചിത്രമായതുകൊണ്ട് പരിമിതികളുണ്ട്. നമുക്ക് റിയൽ ഫോട്ടോയിൽ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ശേഷം സേവ് ചെയ്യാം. ഇതിൽ അതല്ലാതെ നിരവധി ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിച്ച് നോക്കാം. ഇതാണ് പ്രീമിയത്തിലുള്ളത്. ഇനി ഫ്രീ വെർഷനിൽ നിങ്ങൾക്ക് പരിമിതികളുണ്ട്. ഇത്ര ഫോട്ടോ, അതുപോലെ തന്നെ ഇന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെയുണ്ട്. അതേപോലെ 3 ദിവസം മാത്രം പെർമിഷൻ ഉള്ളതൊക്കെയാണ് ഫ്രീയിലുള്ളത്. കൂടുതൽ മികച്ച പ്രീമിയം ആപ്ലിക്കേഷനുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഗുഡ് ബൈ.